ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു Flying Sigis. ഇറ്റ്സ് മി കിരൺ. It's me Reshma. സോ നമ്മ ഇപ്പൊ ഉള്ളത് ഒരു സ്പെഷ്യൽ ബിരിയാണി സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊച്ചിയിലെ ഏറ്റവും അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, ദ ബിരിയാണി സ്റ്റോർ. ഇത് ആക്ച്വലി നമ്മളിവിടെ വരുന്നത് ആസാദ് റോഡ് കയറി, നമ്മുടെ കല്ലൂര് ആസാദ് റോഡ് കയറി, എനിക്ക് തോന്നുന്നു കറക്റ്റ് ലൊക്കേഷൻ ആയിരിക്കുള്ളൂ നല്ലത്. കടവന്തരല്ല, കല്ലൂര് തന്നെയാണ്. സോ ഞാൻ ലൊക്കേഷൻ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഒന്നും വേണ്ട, നിങ്ങൾ ഇത് ബിരിയാണി സ്റ്റോറിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ കിട്ടും. കാരണം അത്രയും ഫേമസ് ആണ്. നല്ല സൊമാറ്റോയിൽ ഇവർക്ക് എനിക്കാണ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്, നല്ല ബെസ്റ്റ് ബിരിയാണി ഇൻ കൊച്ചി എന്നുള്ളതിൽ. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അത് വേറെ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി വേറെ സ്ഥലത്തുനിന്ന് ഫ്ലേവർ കിട്ടിയിട്ടില്ല. ഇവിടെ നല്ല ദം ബിരിയാണി കിട്ടും, നല്ല മുട്ട വെച്ച ദം ബിരിയാണി. പിന്നെ ബാംഗ്ലൂർ സ്റ്റൈൽ ദൊണ്ണ ബിരിയാണി, അത് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ഇവിടെ വന്നിട്ട്. കാരണം അതും ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. എനിക്കൊന്ന് കൊച്ചിയിൽ എനിക്കൊന്ന് റെയർ ആണ് അത് കിട്ടാനായിട്ടുള്ളത്. ദൊണ്ണ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വികാരം തന്നെയാണ് ബാംഗ്ലൂർ ആൾക്കാർക്ക്. ബാംഗ്ലൂർ പോയവർക്ക് ഏകദേശം അറിയാൻ പറ്റും അവിടെ ആ ബിരിയാണിയുടെ ഫ്ലേവർ. അത് കറക്റ്റ് ഫ്ലേവർ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അടുത്ത് തന്നെ മോർണിംഗ് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മട്ടന്റെ ദൊണ്ണ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിപ്പോ ചിക്കൻ ആണ് കേട്ടോ. മട്ടൻ ബിരിയാണി നമുക്ക് ഇപ്പൊ ഇനി വരാൻ പോണേ ഉള്ളൂ. മട്ടനില് ദമ്മ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ദമ്മ് മാത്രമേ ഉള്ളൂ ബിരിയാണി ഉള്ളത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് ദ ബിരിയാണി സ്റ്റോർ. ഇത് വരുന്നത് ടൈമിങ് 11 മണി ഒരു 4:30 വരെ ഉണ്ട് കേട്ടോ വൈകിട്ട്. പിന്നെ മൺഡേ ഹോളിഡേ ആണ്. ഇത് വരുന്നത് വൈലപ്പള്ളി ലൈൻ ആണ്. ഞാൻ നേരത്തെ ഒരു പറഞ്ഞല്ലോ നമുക്ക് ലൊക്കേഷൻ എവിടെയാണ്. വൈലപ്പള്ളി ലൈൻ ആണ്. സോ ഇതിലെയാണ് ഒരു സാഹസികമായ യാത്രയിലൂടെയാണ് നമ്മൾ ബിരിയാണി സ്റ്റോറിലേക്ക് കയറുന്നത്. ആ വഴി കുറച്ച് കൺജസ്റ്റഡ് ആണ്, ബട്ട് നമുക്ക് കാണുമ്പോൾ ഒരു പേടി വരുമെങ്കിലും നമുക്ക് പോകാൻ അവര് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവര് വരുന്നുള്ള കാരണം പേടി വേണ്ട. ഇത് ആദ്യം കാണുന്ന സ്ഥലത്തായിരുന്നു ആദ്യം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ വേറെ സ്ഥലത്ത് എക്സ്റ്റെൻഡ് ചെയ്തു. നല്ല പാർക്കിംഗ് ഉള്ള നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കാരണം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത്രയും കാർ പാർക്കിംഗ് ഉണ്ട്. കാരണം തിരക്ക് വന്നാലും കുഴപ്പമില്ല, നല്ല ലാവിഷായി പാർക്ക് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഇതായിരുന്നു ആദ്യത്തെ കിച്ചൺ വരുന്ന ഏരിയ. അവര് മാറ്റിയിട്ട് ഇപ്പൊ വേറെ സ്ഥലത്താക്കി. ഇതാണ് ഡൈനിങ് വരുന്ന ഏരിയ വരുന്നത്. സോ ഇതാണ് പുതിയതായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത പുതിയ ഇവിടെ പാർസൽ മറ്റേ സൊമാറ്റോ ഇതൊക്കെ പോകാനുള്ള ഏരിയയും കൂടിയാണ്. അതെ, നല്ല വിശാലമായ കിച്ചണാണ് അവരുടെ. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഹൈജീൻ ആയിട്ടുള്ള കിച്ചണാണ് അവർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല കിച്ചണാണ്. ഇവർക്ക് സൊമാറ്റോന്റെ അവാർഡ് ഈ 2025 അവാർഡ് ഇവർക്കാണ് കിട്ടിയത്. പിന്നെ ന്യൂസിലൊക്കെ കുറെ ഇത് വന്നിട്ടുണ്ട് ഇവരെ പറ്റി, നല്ല ബിരിയാണിയാണെന്നുള്ളത്. സോ ഞാനും സജസ്റ്റ് ചെയ്യണത് ഒരു നല്ലൊരു ബിരിയാണി സ്പോട്ടാണ് വരുന്നത്. വെറൈറ്റി ഓഫ് ബിരിയാണീസ് എന്ന് പറയുന്നത്. ഇതില് സൈഡിലൊരു ചെറിയൊരു പോണ്ടോട് കൂടിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല കാഴ്ച കാണാനും നല്ല എയർ കൊള്ളാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിവിടെ പലതരം ബിരിയാണീസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ദൊണ്ണ ബിരിയാണിയാണ് വാങ്ങിച്ചത്. മോൾട്ടൺ ചിക്കൻ ബിരിയാണി ദമ്മാണ് കേട്ടോ. ദൊണ്ണ ബിരിയാണി ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. ഇവിടെ എനിക്ക് സ്പൈസി എനിക്ക് അത്ര സ്പൈസി ആയിട്ട് തോന്നിയില്ല, എന്നാലും ചെറിയ സ്പൈസി ആയിരുന്നു. നല്ല ഫ്ലേവേർഡ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റി ബിരിയാണിയാണ് ദൊണ്ണ ബിരിയാണി വരുന്നത്. പിന്നെ നോർമൽ ചിക്കൻ ദം ബിരിയാണി, അതും ഫ്ലേവറിന് ഒരു ഇതുമില്ല, നല്ല ടേസ്റ്റിയുള്ള യമ്മി ആയിട്ടുള്ള ബിരിയാണിയാണ് അവർക്കുള്ളത്. നല്ല എല്ലാം സോഫ്റ്റ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് വരുന്ന മീറ്റ് വരുന്നത്. പിന്നെ ഇവർക്ക് ദൊണ്ണ ബിരിയാണി ഇനി വരുന്നുണ്ട്, ചിക്കൻ്റെ അല്ല മട്ടന്റെ. സോ ഞാനിപ്പോ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ്റെ ആണ്. പിന്നെ ബീഫും അവൈലബിൾ ആണ് ഇവിടെ. അപ്പോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതാണ് വന്നേക്കുന്നത്. കഴിക്കുന്നവരാണെങ്കിൽ ഫുള്ള് മേടിക്കാം, അല്ലെങ്കിൽ ഹാഫ് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇവരുടെ മസാലയും ഒക്കെ ഒരു അത്ര സ്പൈസി ഒന്നും അല്ല. ചിക്കനും ബിരിയാണിയും റൈസും കൂടെ നല്ല ഫ്ലേവേർഡ് ആണ്. രണ്ടും കൂടെ നല്ല ഒരു കോമ്പിനേഷനിലാണ് അവർ ബിരിയാണി ഉണ്ടാക്കുന്നത്. സാധാരണ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ ഒരു വേറെ റൈസ് വേറെ മിക്സ് ചെയ്യണ ഒരു ഫ്ലേവർ ഒക്കെ ആയിട്ടാണ്. പക്ഷെ ദം എങ്ങനെയാണോ കല്യാണ വീട്ടിൽ ഉണ്ടാക്കണ ദം ബിരിയാണി അതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പണ്ടത്തെ ദം ബിരിയാണി ഇപ്പോഴത്തെ കല്യാണത്തിനും അങ്ങനത്തെ ദമ്മായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റി ഉള്ള ഇതാണ്. ഇതിലൂടെ എഗ് ഉണ്ടായിരുന്നു, 2 പീസ് ചിക്കനും ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ.
പിന്നെ ഒരു പിക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. ഡേറ്റ്സിന്റെ ഒക്കെ കൂടിയുള്ള പിക്കിളാണ്. പിന്നെ ഞങ്ങള് ഒരു 2 പേർക്കും ലൈമ്, പൈനാപ്പിൾ ലൈമ് അതും ഓർഡർ ചെയ്തായിരുന്നു. അത് നല്ല ഇതായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്റെ റൈസ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട്. എനിക്കും എഗ് ഉള്ള ബിരിയാണിയാണ് തന്നത്. സാധാരണം ദൊണ്ണ ബിരിയാണിയിലും എഗ് ഉണ്ട് ആക്ച്വലി. അതെന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, ചിലയിടത്ത് നമുക്ക് 2 പീസ് ചിക്കൻ കിട്ടും, ബട്ട് എഗ് ഉണ്ടാവൂല. ഇപ്പൊ കൊറേ റെയർ ആയിട്ടാണ് തോന്നുന്നു ഇപ്പൊ എഗ് ഒക്കെ വരുന്നത്. അതെ അതെ അതെ. പിന്നെ ദൊണ്ണ ബിരിയാണിന്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ ഗ്രേവി ഒന്നും ഇട്ട് കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ബിരിയാണിയുടെ അതെ ബിരിയാണിയുടെ ഫ്ലേവർ എന്താണോ അതാണ് എന്റെ ഫേവറേറ്റ്. സോ ഞാൻ ആക്ച്വലി ബിരിയാണി ഇതാണ് എന്റെ ഫേവറേറ്റ് ഡിഷാണ് ബിരിയാണി എന്നുള്ളത്. അപ്പൊ ഞാൻ എവിടെയും പോയി ബിരിയാണി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതാണ് എനിക്ക് കുറെ സ്ഥലത്ത് ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് അറിയാം. അപ്പൊ ഇവിടത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എപ്പോഴും പോയി കഴിക്കാവുന്ന ഒരു ബിരിയാണി. അതുകൊണ്ടാണ് നിങ്ങളെയും അതെ അതുകൊണ്ടാണ് നിങ്ങളെയും കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ഇറക്കുന്നത് തന്നെ. സോ എന്റെ ബിരിയാണി ഏകദേശം കാലിയാകാറായി. അവിടെ ഒരാള് തിന്ന് തീർന്നില്ല, എന്റെ ഇതുണ്ട് കാലിയാക്കി ഞാൻ ദൊണ്ണ ബിരിയാണി. എനിക്ക് ഹാഫേ പറ്റൂ. അവിടെ മതിയായിട്ടോ ആക്ച്വലി, കാരണം ആള് കുറച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. റൈസ് ബിരിയാണി കുറച്ചേ കഴിക്കുള്ളൂ. സോ പക്ഷെ ഞാൻ ഇത് ഒഴിവാക്കിയില്ല. ഞാൻ ഇതിന്റെ കൂടെ വേറൊരു ബിരിയാണിയും കൂടെ വാങ്ങാൻ വേണ്ടി നോക്കി. കാരണം വേറൊന്നല്ല, ഇത് മട്ടൻ ബിരിയാണിയാണ്. ഞാൻ ഇതിന്റെ ഫ്ലേവറും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ പറയാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് തന്നെ. സോ ഇതിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും നല്ല ബിരിയാണിയാണ്. പക്ഷെ ഞാൻ ആദ്യം ദൊണ്ണ ബിരിയാണി കഴിച്ച കാരണം ഇതിന്റെ ഫ്ലേവർ കുറച്ച് എനിക്ക് ഡൗൺ ആയിട്ടേ തോന്നിയത്. കാരണം അതിന് കുറച്ചും കൂടെ ഫ്ലേവേർഡ് ആണ്. ഇവരുടെ എല്ലാ ബിരിയാണീസും നല്ല, നമുക്ക് ഡിഫറെന്റ് ഡേയ്സിനെ പോയി ടേസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ആവേശത്തിന് പിടിച്ചിട്ട് അത് എടുത്ത് ഓർഡർ ചെയ്തത്. ഇതിനകത്ത് മട്ടൻ എനിക്ക് വലിയൊരു പീസാണ് കിട്ടിയത്. മട്ടൻ പീസ് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഇതായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദേശമുള്ള ഒരു ഇതാണ് പീസ് കിട്ടിയത്. അപ്പോ അതും നല്ലൊരു ഫ്ലേവർ ആയിട്ട് വരുന്നായിരുന്നു. പിന്നെ വേറെന്താ പറയാനുള്ളത്, എല്ലാം കൂടെ സലാഡും പിന്നെ പിക്കിളും ഉണ്ടായി. ഇതിന്റെ കൂടെ സലാഡും പിക്കിളും കൂടെ ഇതിനും ഉണ്ടായിരുന്നു. പപ്പടം മാത്രം മിസ്സിംഗ്, പപ്പടം ഇല്ലല്ലേ? ഇനി നമുക്ക് പറയാം, നമുക്ക് ശ്രീജിത്തിനോട് പറയാം, ഇതിന്റെ ഓണറാണ്. അപ്പൊ ശ്രീജിത്തിനോട് പറയാം നമുക്ക് ഇതിന്റെ ഒരു പപ്പടം കൂടെ കൊടുത്താലോ എന്ന്. ആക്ച്വലി പുള്ളിക്കാരൻ നല്ല ഫേമസ് ആണ്. ഇവരുടെ ബിരിയാണി സ്റ്റോറിന് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ തന്നെ അവര് എല്ലാ ഇതും അവരുടെ എങ്ങനെയാണ് അത് ഉണ്ടാക്കണതും അവിടെ ഹിസ്റ്ററിയും എല്ലാം ഇതാണ് നമ്മുടെ ശ്രീജിത്ത്. പുള്ളിക്കാരനായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ, നമ്മളോട് വന്ന് സംസാരിച്ച് നമ്മളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പരിചയം കൂടിയാണ്. സോ ഗൈസ്, നമ്മുടെ ബിരിയാണി സ്റ്റോറിലെ റിവ്യൂ, ബിരിയാണിയെ കുറിച്ച് എന്താണെന്നുള്ളത്, നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാന്നുള്ളൊരു സെക്ഷനാണ്. എങ്ങനെയുണ്ടോ മോട്ട ബിരിയാണി? ബിരിയാണി അടിപൊളിയായിരുന്നു. കഴിക്കാത്തവരാണെങ്കിൽ ഫുള്ള് മേടിക്കരുത്, ഹാഫ് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. ഞാൻ അവിടെ ഇട്ടിട്ട് പോരേണ്ടി വന്നു. ഞാൻ ആ ദൊണ്ണ ബിരിയാണി ഫുള്ള് കഴിച്ചു. പിന്നെ മട്ടൻ ബിരിയാണിയും കഴിച്ചു. മട്ടൻ ബിരിയാണി ഫുള്ള് കഴിച്ചില്ല, ഹാഫ്. ആക്ച്വലി ഞാനത് വാങ്ങില്ലായിരുന്നു. നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഇട്ടു അവിടുത്തെ. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കാനും അതിനെ കൂടെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ ബിരിയാണി വാങ്ങിച്ചത്. പക്ഷെ അത് ഞാൻ ഫുള്ളും കഴിച്ചില്ല. ഞാൻ കഴിച്ചിട്ട് നമുക്കൊരു വഴിയിലുള്ള സ്ട്രീറ്റ് ഡോഗ്സിന് ഞാൻ കൊണ്ടേ കൊടുത്തു. കാരണം അതും ഫുഡ് കഴിക്കാതെ പട്ടിണിയാക്കി ഇരിക്കണതല്ലേ, കളയുന്നു. അപ്പൊ അവർക്ക് കൊടുത്തു. അപ്പൊ അവരും ആ ഡോഗും ഹാപ്പിയായി ഞങ്ങളുടെ ബിരിയാണി കഴിച്ചിട്ട്. ആ ബിരിയാണി ആ ഡോഗിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അത് സൂപ്പർ ആയിരുന്നല്ലോ. ആക്ച്വലി ഞാൻ ഇപ്പൊ കം ടു പോയിന്റ്, നമ്മളുടെ ബിരിയാണി അടിപൊളി ബിരിയാണി ഉണ്ടോ. ഞാൻ ഒരു പ്രാവശ്യം അല്ല ഇവിടെ കഴിക്കുന്നത്, ഞാൻ പല പ്രാവശ്യം വന്ന് ഇവിടെ കഴിക്കാറുണ്ട്. ഈവൻ എന്റെ ക്ലയന്റിനെ വരെ ഞാൻ കൊണ്ടുവന്ന് കഴിപ്പിച്ചിട്ടുണ്ട്, ജർമ്മനിയിലുള്ള ഒരു ക്ലയന്റിന്. അപ്പൊ പുള്ളിക്കാരനും നല്ല ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയാണ് അവിടെ കിട്ടിയത്. അപ്പോ എനിക്ക് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ ബിരിയാണിയില്. അവിടെ വേറെ വെറൈറ്റി ബിരിയാണീസ് ഉണ്ട്. അവിടെ ബീഫ് ബിരിയാണി ഉണ്ട്, അതെല്ലാം ദമ്മാണ്. ഇത് ആക്ച്വലി ഇതെല്ലാം ദമ്മാണ്. ആകെ ദൊണ്ണ ബിരിയാണി മാത്രം ഒരു ബാംഗ്ലൂർ സ്റ്റൈല് വരുന്നുണ്ട്. അത് എനിക്കൊന്ന് വേറൊരു സ്ഥലത്തും കിട്ടാനില്ല. പിന്നെ ഞാൻ ഈ വീഡിയോന്റെ ഒരു പ്രധാനമായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് അടുത്തല്ലോ. അപ്പൊ ക്രിസ്മസിന് നമുക്ക് ഫുഡ് എന്തിനു വേണമെങ്കിൽ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്താൽ മതി. സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, എല്ലാത്തിലും അവൈലബിൾ ആണ്. എനിക്കാണ് ഇവിടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടേക്കണത്, എസെൻസ് ഇല്ല. ഇതായിട്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാൻ ആ ഓണറിനായിട്ട് സംസാരിച്ചായിരുന്നു.
സംസാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇത് കേട്ടിട്ടുണ്ടാകും. കാരണം പുള്ളിക്കാരന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇത് 5 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവർ ആദ്യമായിട്ട് ഒരു 5 കിലോന്റെ ബിരിയാണിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, മറ്റേ ക്ലൗഡ് കിച്ചൺ പോലെ. പിന്നെ ആകെ ഫ്രണ്ട്സിനും കൊടുക്കാവുന്ന രീതിയിൽ മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. പക്ഷെ അത് ആൾക്കാരുടെ ടേസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ട്, അവിടുത്തെ നാച്ചുറാലിറ്റിയും കൂടെ ഇഷ്ടപ്പെട്ട് അത് ഇവിടം വരെ ഗ്രോ ചെയ്തു. അപ്പോൾ ആ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ആ ബിരിയാണിയുടെ ഒരു 100% നല്ലൊരു ഫുഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടം വരെ അവർ എത്തിയത്. അപ്പോൾ ഞാൻ 100% ആയിട്ടും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. നിങ്ങൾക്ക് ക്രിസ്മസിനായാലും എപ്പോഴത്തെ ആണെങ്കിലും അവര് ഫുഡ് ബിരിയാണി സെറ്റ് ചെയ്ത് തരും. മൺഡേ മാത്രം ഹോളിഡേ ആണ്, മൺഡേ മാത്രം ഹോളിഡേ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ അവർ ആ സമയത്തും പ്രിപ്പയർ ചെയ്ത് തരുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ആള് നല്ലൊരു ഫ്രണ്ട്ലി ആണ്. അതെ, അപ്പൊ നല്ലൊരു ഫ്രണ്ട്ലി ആളാണ്. അപ്പൊ പുള്ളിക്കാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഞാനെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അവരുടെ ടൈമിംഗ് വന്നിട്ട് മോർണിംഗ് 11 o'clock ടു ഈവനിങ് 4:30 വരെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ച്വലി ഡ്രൈവിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമുണ്ടാ. പക്ഷെ ഇല്ല, പേടിക്കാനില്ല. അവര് എല്ലാം കറക്റ്റ് ലെവലിൽ തന്നെ വണ്ടി എടുക്കാനുള്ള ഹെൽപ്പ് ചെയ്ത് തരും. നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളിലേക്ക് ഉണ്ട്. ആകെ കയറുന്നതിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പേടി തോന്നുള്ളൂ. പക്ഷെ പേടിക്കാനൊന്നുമില്ല. എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. കാരണം ധൈര്യമായിട്ട് പോവാം. ഞാൻ I-20 ആദ്യം പോയത്. ഇപ്പൊ നെക്സോണിൽ പോയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് വണ്ടി പുറത്തെവിടെയും കിട്ടിയിട്ട് പോവാന്നുള്ളത്. പക്ഷെ നെക്സോണും സൂപ്പറായിട്ട് പോയി. നെക്സോൺ മാത്രമല്ല കേട്ടോ, ഞാൻ ഇന്നോവ പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ വഴി കൂടെ. കാരണം എനിക്ക് അത്ര വണ്ടി വലിപ്പമുള്ള വണ്ടി വരെയും അകത്തേക്ക് കയറുന്നുള്ള പേടി വേണ്ട. റോഡ് കാണുമ്പോൾ നമുക്കൊരു എന്ത് ഇത്ര ചെറുതാണോ എന്ന്, പക്ഷെ കുഴപ്പമില്ല അത്. സോ ഇതൊക്കെയാണ് റിവ്യൂ. എനിക്ക് ആക്ച്വലി നല്ല 100% ആയിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു 10ൽ 10 തന്നെ ഞാൻ ഇതിൽ കൊടുക്കും റേറ്റിംഗ്. അപ്പോ പിന്നെ അതേപോലെ മസാലാസ് ഒന്നും സ്പൈസി അല്ല. മസാല ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഓണിയൻ ഒക്കെ ഇങ്ങനെ എന്താ ഇതിന്റെ പറയുമല്ലോ, ഡെക്കറേഷൻ ചെയ്യുന്ന പോലെ. അതെ, അതായത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ഇതില്ലേ, ആ ഒരു കോമ്പിനേഷൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് മസാല എന്ന് പറഞ്ഞാൽ മിക്സ് ആയിട്ട് അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ വരുന്നത് ഇവിടെ കൊച്ചിയിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി ആയിട്ടാണ് തോന്നിയത്. റഹ്മത്തിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. റഹ്മത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടത്തെയാണ്. എനിക്ക് എല്ലാം നോർമൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം എനിക്ക് ഇത് തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ള കൊച്ചിയിലത്തെ ബിരിയാണി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പലർക്കും ചിലപ്പോൾ വേറെ രീതി ആയിരിക്കാം. ബട്ട് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye. Bye.